അസ്സലാമു അലൈക്കും. പാലക്കാടൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് കുറുവരിയാണ്. കുറുവരി ചോറ് വെക്കുന്നത് കാണാൻ നിങ്ങൾക്ക് അറിയുമല്ലോ. കുറുവരി എപ്പോഴും നല്ല വേവുള്ള അരിയാണ്. നല്ല വേവുള്ളൂ. ഈ അരിനെ കഴുകിയിട്ട് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ചോറ് വെക്കുന്ന ആ ചട്ടിയിൽ തന്നെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കണം. നമുക്ക് കാണാം കേട്ടോ. 2-3 മറി കഴുകണേ. അതിൽ അരി നന്നായി കഴുകി പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം പിടിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മുക്കാൽ ചട്ടി ഇത്രയും വെള്ളം വെക്കണം. നമ്മൾ അരി ചട്ടിക്കനുസരിച്ച് വെക്കുന്നതിന് അതേപോലെ മുക്കാൽ ചട്ടി വെള്ളം വെക്കണം. വരൻ്റെ അത് വരക്കി വെക്കണേ. ഇത് അടുപ്പത്ത് വയ്ക്കാം. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ഗ്യാസ് കത്തിച്ച് വിടാം. നിങ്ങൾക്ക് എളുപ്പമാണ് മക്കളെ. ഗ്യാസിന് ചിലവേ ഇല്ല. ചിന്തി ഈ ഗ്യാസിൻ്റെ ഉള്ളിൽ പോകുമെന്ന് പറയാനുമില്ല. നിങ്ങൾ എത്രയും നല്ല ഗ്യാസേ വേണ്ട, വിറകും വേണ്ട, അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം നമ്മൾ ഈ തിളയ്ക്കുന്ന സമയം മാത്രം മതി. അങ്ങനെ നമുക്കിത് ഓഫാക്കി വെക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഇനി ഞാൻ അതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. കുറുവരി മലപ്പുറം ജില്ലയിൽ കുറുവരി എന്നാണ് പറയുക. അപ്പോൾ ഇത് നല്ല വേവുള്ള അരിയാണ്. ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ എളുപ്പമാണ്. ഇനി തിളക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, തിള വന്ന് ഇതാ. ഇനി നമുക്കിതൊന്ന് തിള വന്നത് കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം. നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. ചോറ് വെന്ത് കേട്ടോ. നമുക്കിനി ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റാം. ഗ്യാസ് കത്തിച്ചത് തിളപ്പിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം ഒന്ന് ഊറ്റാം. ഇത് തിളച്ചങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ വേഗം ഓഫാക്കി വെച്ചാൽ ആ ചൂട്ടിൽ വേഗം തിളയ്ക്കും. നമുക്ക് എന്നിട്ടത് ഓഫാക്കാം. തിള വന്ന് എന്നിട്ടിത് വാർക്കാം. ഇതുപോലത്തെ ഒരു കുടുക്കി ഉണ്ടെങ്കിൽ നമുക്ക് വാർക്കാൻ നല്ല സുഖമാണ്. ഇതുപോലെ ഞാൻ ചോറൊന്ന് കാണിച്ചു തരാം. നമ്മൾ ചോറ് പൊരിയിപ്പിക്കാൻ നമുക്കൊന്ന് കത്തിച്ചു വിടാം. ഗ്യാസും വേണ്ട, വിറകും വേണ്ട. നമ്മളിപ്പോൾ നോർത്തി ഇതിൽ ചോറ് അടുപ്പത്ത് വെച്ച് നമ്മൾ പൊരിയിപ്പിക്കുകയാണ്. ഇതൊന്ന് പൊരിയിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് നോക്കണേ. നിങ്ങൾ ഇങ്ങനെ വിറകും വേണ്ട, ഗ്യാസും വേണ്ട, ഒന്നും